Hi everyone, good afternoon. Hope you are doing well. Get Ami here. എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഗ്രേറ്റ്. ഇന്ന് ഇലക്ഷൻ ആണല്ലേ, എല്ലാവരും വോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും എന്താ പറയുക, ജയിക്കേണ്ട ആൾക്കാരൊക്കെ ജയിക്കും. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാല്ല ഗ്രേറ്റ്. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ശരിക്കും ഉള്ള ഒരു സ്മാർട്ട്നെസ്. നമ്മൾ ഒരുപാട് വ്യക്തികൾ പറയാറുണ്ട്, എനിക്ക് സ്മാർട്ടായിട്ട് എവിടെയും എന്താ പറയുക, ഒരാളെ മുന്നിലും എനിക്ക് സ്മാർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് കൂളായിട്ട് ആ വ്യക്തികളുടെ മുന്നിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രത്യേകമായ റീസൺ എന്തായിരിക്കുന്നു ഒരുപാട് ടീം മെമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ മറുപടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ സ്മാർട്ട്നെസ് കീപ്പ് ചെയ്യണം. അതായത് നമ്മൾ സ്മാർട്ടായിട്ട് ഓരോ വ്യക്തികളെ മുന്നിൽ നമ്മൾ എന്താ പറയുക സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഒരുപാട് വർക്കൗട്ട് ചെയ്യാനുണ്ട്. ആദ്യം വർക്കൗട്ട് ചെയ്യേണ്ടത് നമ്മളെ സെൽഫിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നലെ അതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ സെൽഫിന് വേണ്ടിക്ക് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കാം. ചില വ്യക്തികളൊക്കെ പെട്ടെന്ന് അതിനുള്ള റിസൾട്ട് ഉണ്ടാവും, സ്മാർട്ടായിട്ട് പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്ന ചില വ്യക്തികൾക്ക് ഉണ്ടാവും, ചില വ്യക്തികൾക്ക് അതിനെ പിന്നോട്ടേക്ക് വലിക്കും. അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ കിടക്കുന്നത് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് എന്തോ ഭയം കൊണ്ടാണ് നമ്മൾക്ക് ഇത്തരം വിഷയങ്ങളിലേക്ക് നമുക്ക് ഏർപ്പെടാൻ പറ്റാത്തത്. ഇന്ന് നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് ഒരു വ്യക്തിൻ്റെ മുന്നിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രാക്ടീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷൻ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്നറിയും, നമുക്ക് നല്ല രീതിയിൽ നമ്മളെ മൈൻഡ് വർക്കൗട്ട് ചെയ്യും, ഒരുപാട് ബ്ലോക്സ് ഒക്കെ നീങ്ങും. മെഡിറ്റേഷൻ കൊണ്ട് നല്ല രീതിയിൽ ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആമി ടോക്കിലെ ലേഡീസിന്. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുക, നമ്മളെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അടുത്തതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ്, കിട്ടിയ ഓരോ കാര്യത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലുള്ള ഒരു ഭയം, ഈ സ്മാർട്ട്നെസ്സിന് നമ്മൾ സെറ്റാക്കുക. നമ്മൾ ഉള്ളിലെ ഭയം നമ്മൾ എപ്പോഴും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ക്യാൻസലേഷൻ 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാം. നാലാമത്തെ കാര്യം വെച്ചാൽ കുഞ്ഞ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് അഫർമേഷൻസ് ആണോ അത് പ്രാക്ടീസ് ചെയ്യാം. അത് സെൽഫിനെടുക്കുക അഫർമേഷൻസ് ആണോ എന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക. എന്താണോ എന്നുള്ളത് ചെറിയൊരു അഫർമേഷൻ റൈറ്റ് ഡൗൺ ചെയ്യാം. അഞ്ചാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ മോർ ഡ്രിങ്ക് വാട്ടർ. നല്ല രീതിയിൽ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കാം. വെള്ളം കുടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എനർജി വരാൻ തുടങ്ങും. ഡെയിലി നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇതിന് റിസൾട്ട് ഉണ്ട്. ആമി ടോക്കിൽ നിരവധി ടീം ലേഡീസിന് ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായിട്ടുമുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ടീം മെമ്പേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട.